ശാന്തമ്മ പിശാചിൻ്റെ പിന്നിൽ വമ്പന്മാരുടെ നിര. ശാന്തമ്മ ദൈവം എന്നറിയപ്പെടുന്ന ശാന്തമ്മ പിശാചിൻ്റെ പിന്നിൽ രാഷ്ട്രീയ നേതാക്കളുടെയും ബിസിനസ്സുകാരുടെയും ഡോക്ടർമാർ, എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സംഘം കേരളത്തിൻ്റെയും കേരളത്തിന് പുറത്തുമുള്ള ശതകോടീശ്വരന്മാരായ നിരവധി പേരുടെ സ്വത്തുവകകൾ തട്ടിച്ച് കൈക്കലാക്കി എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ വാർത്തകൾ കണ്ടവരുടെ പ്രതികരണങ്ങൾ കേൾക്കുക. എന്റെ പേര് കുര്യാക്കോസ് എന്നാണ്. ഞാൻ വിളിക്കുന്നത് കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ അയച്ച കാര്യം ഞാൻ കണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് വിളിച്ചതാ. ഏതായിരുന്നു? ശാന്തമ്മ ദൈവം. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ റിയൽ ആണല്ലോ. എന്നാന്ന് പറഞ്ഞാൽ എന്റെ ഒരു കസിൻ ബ്രദർ അതിൻ്റെ അകത്ത് പോയി ട്രാപ്പിലായി കിടക്കുക. പുള്ളി അവിടെ നിന്ന് ഊരി പോരാൻ വയ്യാത്തേക്ക് കിടക്കുക. എന്താ ഇവർ പിടിച്ച് കെട്ടിയിട്ടേക്കാണോ ഇത്? അല്ല, അയാള് വലിയ മില്യനെയറാ. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമില്ല. ആര്? ഇതിന്റെ അകത്ത് ട്രാപ്പിൽ കിടക്കുന്ന പാർട്ടി. ഞാൻ നേരത്തെ അറിഞ്ഞു. ഇപ്പൊ ഞാനൊരു പ്രാവശ്യം ഞാനും എന്റെ ബ്രദറും കൂടെ അതിന്റെ അകത്ത് പോകാൻ ശ്രമിച്ചു. അതിന്റെ അകത്ത് ഇവരുടെ ആലയം എന്ന് പറഞ്ഞതിന്റെ അകത്ത് പോകാൻ ശ്രമിച്ചു. ബ്രദർ അമേരിക്കയിലാണ്, പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ അകത്ത് പ്രവേശനം കിട്ടിയില്ല. അത് കാരണം ഞങ്ങൾ അതിന്റെ അകത്ത് ഒന്നും അന്വേഷിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇതിന്റെ ഒരു ബ്രാഞ്ച് പാമ്പാടിയിലുണ്ട്. പാമ്പാടിയിൽ എവിടെ? പിന്നെ പാമ്പാടിയിലൂടെ ചെന്നാമറ്റം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ചെന്നാമറ്റം ഒന്നത്. രണ്ടാമത്തേത് കോട്ടയത്ത് കാരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഡോക്ടർ, ഈ അസ്ഥി സംബന്ധമായ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഡോക്ടറുണ്ട്. പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ആ ഡോക്ടറുടെ അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ അവിടെയുണ്ട് പ്രാർത്ഥന. ഈ ഡോക്ടറുടെ അവിടെ മാസത്തില് ഒരു യോഗം അവിടെയുണ്ട്. ഒരു യോഗം ഈ പറഞ്ഞ പോലെ നമ്മുടെ പാമ്പാടി ചെന്നാമറ്റത്തുണ്ട്. അപ്പൊ ഈ രണ്ട് സ്ഥലത്താണ് സംഭവം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണമാണ് ട്രിവാൻഡ്രത്ത് നടക്കുന്നത്. അപ്പം ഇവരെല്ലാം കൂടെ ഒരു ലിങ്കാ. പിന്നെ ഈ സ്ക്വയർ വൺ ടാലന്റിന്റെ ഒരു ബ്രാഞ്ച് കോട്ടയത്ത് നമ്മുടെ കോട്ടയം കളക്ടറേറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പോയിന്റ് കഞ്ഞിക്കുഴി സ്ക്വയർ വൺ ടാലന്റിന്റെ ഒരെണ്ണമുണ്ട്. അതിന്റെ ഓണർ ഒരു മഹാജൻ എന്നാണ്, ഒരു മഹാജൻ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ കേസ് കിട്ട്. പിന്നെ ഇതിന്റെ അകത്തുനിന്ന് ഒരു മില്യനെയർ ഉണ്ടായിരുന്നു. മില്യനെയറുടെ സഹോദരൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിശ്വാസത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഈ മില്യനെയറുടെ സഹോദരൻ കല്യാണം കഴിച്ച് ആ പുള്ളിക്കാരി അവിടെ ഒരു പറഞ്ഞൊരു ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട് ട്രിവാൻഡ്രത്ത്. ആ പുള്ളിക്കാരിയുടെ പേര് അതിലൊരു മോളുണ്ട്. ആദ്യമൊക്കെ ഇതായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ തന്നെ ചണ്ട കൂടി അവളോട് പറഞ്ഞു അവിടെ പോകരുതെന്ന് പറഞ്ഞു. അപ്പം ഈ സ്ത്രീയുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഇവരെ അണിയിച്ചെടുക്കുക, ഇതൊക്കെയാണ് അവരുടെ പരിപാടി. അപ്പൊ ഇതിനെതിരെ പുള്ളി വയലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഈ ഒരു പ്രാവശ്യം പോയപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ട് നീ പോയത് കാരണം നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ അതും ഇതും പറഞ്ഞ് ഡൈവോഴ്സ്ഡായി. അങ്ങനെ ആ കക്ഷി ഇപ്പം പാലായിലെടുത്തൊരു സ്ഥലത്ത് താമസിക്കുന്നു. ഈ പുള്ളിക്കാരി അപ്പുറത്തും താമസിക്കുന്നു. ഈയുടെ മോളും ഭാര്യയും ട്രിവാൻഡ്രത്തും താമസിക്കുന്നു. അതിലൊരു വീട് ട്രിവാൻഡ്രത്ത് മേടിച്ചായിരുന്നു. ആ വീട് കേസ് കളിച്ച് അവർക്കായിട്ട് പോവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാ കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറയാം, ഇതിൻ്റെ അകത്തൊരു ട്രാപ്പായിരുന്നു സംഭവം പറഞ്ഞ. ഈ സാമ്പത്തികമുള്ളവരെ തെരഞ്ഞാണോ ഇതിനകത്തേക്ക് പിടിച്ചോണ്ട് പോകുന്നത്? ഇതിൻ്റെ അകത്ത് സാമ്പത്തികമുള്ളവരെ തെരഞ്ഞാണ് പിടിക്കുന്നത്. അല്ലാത്തവരോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ സാമ്പത്തികമുള്ളവർ അവർക്ക് കൂടുതലും ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അങ്ങനെ തീരെ മോശമല്ലാത്ത ആൾക്കാരല്ല, അത്യാവശ്യം വിദ്യാഭ്യാസവും സാമ്പത്തികമുള്ളവർ. എന്നിട്ട് ഇവരെ ഒരുമിപ്പിക്കുന്ന ചേർത്തിരുന്ന ഘടകം എന്താണ്? ഇതിന്റെ അകത്ത് ഏതാണ്ട് ഇന്റർനാഷണൽ റാക്കറ്റോ മറ്റു കാര്യങ്ങളുണ്ടോ? ഡോക്ടർ നമ്മുടെ ഈ ജേക്കബ് തോമസ് എന്ന് പറഞ്ഞൊരു ഒരാളുണ്ടല്ലോ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ, അങ്ങനെ വരെ ഇവിടെ വരുന്നുണ്ടല്ലോ. ഇതൊരു വലിയൊരു ട്രാപ്പാണ്. അത് മാത്രമല്ല, ഇതിന്റെ അകത്ത് വലിയ ആൾക്കാരെ, വലിയ സ്രാവുകളൊക്കെ ഇതിന്റെ അകത്ത് വീണിട്ടുണ്ട്. അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായി. പിന്നെ ഇതിന് ഗുണ്ടായുസം ഉണ്ട്. അങ്ങനെയൊക്കെ ഇതിന്റെ കിടപ്പുകൾ. ഇപ്പൊ ഞാനിതൊക്കെ നേരത്തെ മനസ്സിലാക്കി. എനിക്ക് താല്പര്യമില്ല, എന്നോട് ഇതിന്റെ അകത്ത് ചേരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് പോയി. പാമ്പാടിയിലാണ് ഞാൻ പോയത്. പാമ്പാടി ചെന്ന് കഴിഞ്ഞപ്പം പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പം ഇവരെല്ലാം പറയുന്നത് കർത്താവിനെയല്ല, ഇവര് ശ്യാമ എന്നും പറഞ്ഞ ഇവര് പാട്ട് പാടുന്നു. അപ്പൊ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് സത്യദൈവം എന്ന് പറഞ്ഞത് ഒന്നേ ഉള്ളൂ. കാരണം യേശുക്രിസ്തുവാണ് നമ്മുടെ സത്യദൈവം. അതുകൊണ്ട് ഞാൻ പിന്നെ പോയുമില്ല, അതിൻ്റെ അകത്ത് അറ്റൻഡ് ചെയ്തുമില്ല. ഇതൊക്കെയാണ് അതിന്റെ പറ്റി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ താല്പര്യം തോന്നി. എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ വളരെ സത്യമാണ്, 100% സത്യമാണ്. പക്ഷെ അവരിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. ഇത് ഈ കേരളത്തിൽ മാത്രമല്ല, ദുബായിലുണ്ട്, പല സ്ഥലത്തും ഉണ്ട് ഈ സംഭവം. അവര് ഭയങ്കര രഹസ്യമായിട്ടേ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അല്ല, ഇങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു രഹസ്യാത്മകതയുടെ ആവശ്യം എന്താ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഇത്രയും ഒരു സീക്രട്ട് ആയിട്ട് ഇത്രയും ആളുകളെ ചൂസ് ചെയ്യേണ്ടതും സെലക്ട് ചെയ്യേണ്ടതും
കാശുള്ളവരെ മാത്രം തെരഞ്ഞു പിടിക്കേണ്ടതിന്റെയൊക്കെ ആവശ്യം? അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും കാണുമായിരിക്കും, വേറെ എന്തെങ്കിലും അവിധമായിട്ട് വല്ല കാര്യമോ മറ്റുള്ള സാമ്പത്തികമോ അല്ലെങ്കിൽ കള്ളക്കടത്തോ എന്തെങ്കിലും കാണുമായിരിക്കും, എല്ലാവരും കാര്യമില്ല. അപ്പൊ ഇതിൻ്റെ അകത്ത് കാര്യമാണ് ഇവർക്ക് ഭരണപരമായിട്ടുള്ള പിന്തുണ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് നല്ല പിടിപാടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു കക്ഷി ഡൈവേഴ്സ് ആയെന്ന് പറഞ്ഞില്ലേ, അവിടെ ട്രിവാൻഡ്രത്തൊരു ബ്യൂട്ടി പാർലർ നടത്തുന്ന പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് അവരൊന്ന് വേർപെട്ട് പോയല്ലോ. ഹസ്ബൻഡ് അവിടെ ചെന്ന് വഴക്കുണ്ടാക്കി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ശാന്തമ്മ അവരോട് പറഞ്ഞു, നിന്നെ ഞാൻ ജയിലിനകത്താക്കുമെന്നോ കൂട്ടുമെന്നോ അകത്താക്കുമെന്നോ ഒക്കെ പറഞ്ഞു പുള്ളിക്കാരി. അപ്പൊ ഈ പുള്ളി അതിനെപ്പറ്റി എല്ലാം സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ളത് മുഴുവൻ ഉണങ്ങിയ മരങ്ങൾ എന്നാ പുള്ളി അതിന് സംബോധന ചെയ്തത്. ആര് സംബോധന ചെയ്ത്? ഈ പറഞ്ഞ നമ്മുടെ ഡൈവേഴ്സ് ചെയ്ത ആ പുള്ളി ഉണങ്ങിയ മരങ്ങൾ എന്നാ പറഞ്ഞ അവിടെയുള്ള എല്ലാവരും. ഉണങ്ങിയ മരങ്ങൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് പ്രായം ചെന്നവരായിരിക്കും ഉദ്ദേശിക്കുന്നത്. പുള്ളിക്ക് പച്ചപ്പൊന്നും കാണാൻ പറ്റിയില്ലായിരിക്കും അവിടെ. അവിടെ പച്ചപ്പൊന്നും കാണാൻ പറ്റിയില്ല, അതാ പറ്റിയത്. അപ്പൊ ഇതൊരു ഇന്റർനാഷണൽ റാക്കറ്റാ സംഭവം. പിന്നെ ഇതിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പാടില്ല. ഇവിടെ തമിഴ്നാട്ടിൽ നിന്നാ വിളിക്കുന്നത്. പേര്? എന്റെ പേര് ഷാലിൻ. ഇതിൽ നമ്മളെ ഇവിടെ ഈ ഒരു കേരളത്തിൽ നിന്ന് ഒരു ഓർത്തഡോക്സ് പള്ളി ഉണ്ടായിരുന്നു. അതിൽ നമ്മളെ ഒരു അച്ഛന് ഒരു 40 വർഷമായിട്ട് അവരുടെ ഫാദറായിട്ടിരുന്നു. അവസാനമായിട്ട് ഒരു 10 വർഷമാണെങ്കിൽ ഫുള്ളി അതിൽ അഡിക്റ്റഡ് ആയി. നമ്മളെ ഒരു ഇടവകയിലിരുന്ന ഒരു 40-50 ഫാമിലിനെ ഫുള്ളായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. ഈ അച്ഛൻ ഈ സമ്മയുടെ ടീമിലേക്ക്. തമിഴ്നാട്ടിലോ? തമിഴ്നാട്ടിലിരിക്കുന്ന പള്ളിയാണ്. തമിഴ്നാട്ടിൽ എവിടാണ്? തമിഴ്നാട്ട് കൊല്ലങ്കോട്, കന്യാകുമാരി ഡിസ്ട്രിക്ട് കൊല്ലങ്കോട് പാലവള ഇരുന്ന പാതിരിയുടെ പേരറിയോ? സിസി കോര. കോരച്ചൻ എത്ര ഓർത്തഡോക്സുകാരുമായിട്ട് ശാന്തമ്മയുടെ അടുത്ത് പോയി? ഒരു 40 ഫാമിലിയുമായിട്ട്. അതിന്റെ ശേഷമാണെങ്കിൽ പള്ളിയിൽ ഫുള്ള് പ്രശ്നം ഉണ്ടായി. ഒരു ടീമാണെങ്കിൽ അതിന്റെ ശാന്തമേരെ ടീമിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടും ഒരു ടീമാണെങ്കിൽ ശാന്തമേലേക്ക്, അങ്ങനെ ചർച്ച രണ്ടായിട്ട് മാറിപ്പോയി. പിന്നെ ഇവരാണെങ്കിൽ എല്ലാ 3 നാളത്തെ സൺഡേയും അവിടെ പ്രാർത്ഥന ഉണ്ടാവും. അന്ന് ആരും പള്ളിയിൽ വരത്തില്ല. അച്ഛനും 35 ഫാമിലി ഉണ്ടല്ലോ, അവര് രാവിലെ തന്നെ അങ്ങ് ട്രിവാൻഡ്രത്തിലേക്ക് പോയേക്കും. അതിന്റെ ശേഷം ഇവിടെ വരും ഒരു 10-20 പേര് തന്നെ പള്ളിയിലുണ്ടാവും. അങ്ങനെ പള്ളി ഓരോട് തകർന്നു പോയി. പക്ഷെ അച്ഛനും മരിച്ചുപോയി. എനിക്കറിയാം, ഒരു 30 വർഷമായിട്ട് അറിയാം. ഞാൻ ഒരു പ്രാവശ്യം ആ പുള്ളിനെ കണ്ടിട്ടുണ്ട്. എന്റെ ഒരു 10 വയസ്സിൽ. എനിക്കിപ്പോ 42 വയസ്സായി. ഞാനൊരു 10 വയസ്സാകുമ്പോൾ ആ പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ട്. ഒരു നല്ല ഒരു ആവറേജ് ഒരു സ്ത്രീയാണ്. നൈറ്റി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ പിന്നെ കുറച്ചേരം ഒന്ന് കണ്ടു. അതിന്റെ ശേഷം ഞാൻ എന്റെ ഫാമിലി ട്രിവാൻഡ്രത്തിൽ ആലയം എന്ന് പറഞ്ഞിട്ട് പട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഒരു പ്ലാമോട് അവിടെ അച്ഛ കണ്ടത്. അതിന്റെ ശേഷം നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരും അവിടെ പോകുന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ മാരേജിന്റെ സമയമാകുമ്പോ ഞാൻ ഫുള്ളിൽ നിന്ന് മാറി. എന്താ വെച്ചാൽ ഇവര് ഉടായ്പൊക്കെ മനസ്സിലായി ആകാൻ തുടങ്ങി. പെണ്ണ് കെട്ടണമെങ്കിൽ ആ ഇടവകയിൽ ഇരിക്കുന്ന അവിടെ ടീമിലിരിക്കുന്നവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണുങ്ങളൊക്കെ മാറ്റി കല്യാണം കഴിച്ചെടുക്കണം. പുറത്തുനിന്ന് ആരെയും കല്യാണം കഴിക്കാൻ പാടില്ല. അങ്ങനത്തെ റൂൾസ് ഒക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ എന്താന്ന് വെച്ചാൽ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് ഇവര് കൂടുതൽ അങ്ങനെ വളച്ചു വെച്ചേക്കുക. അവർ ഗൾഫിൽ നിന്ന് നാട്ടിൽ നിന്ന് വരുമ്പോ നേരെ അവരെ വീട്ടിൽ പോലും പോകാതെ അവരെ സ്ഥാപനത്തിൽ ചെന്നിട്ട് അവരെ കൊടുക്കേണ്ട കാണിക്കയും കൊടുത്തിട്ട് അവിടെ നിന്ന് പ്രെയർ ചെയ്തിട്ട് വീട്ടിലേക്ക് വരണം. പൈസ കൊടുക്കണം. ഉണ്ട്. പക്ഷെ അവരെ ഡയറക്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യും. നിങ്ങൾ ഇത്ര കൊടുക്കണം, അങ്ങനെ ചെലവുണ്ട്. കൂടുതൽ ഈ തമിഴ്നാട്ടിൽ നമ്മളെ ഇടവകയിലുള്ള മക്കളെല്ലാരും കൂലി പണിക്കാര് ഒരുപാട് പേരുണ്ട്. ഇവരെയൊക്കെ എന്തിനാ അവിടെ യൂസ് ചെയ്യുന്ന വെച്ചാൽ അവര് ഭക്ഷണം കൊടുക്കാനും അവിടെ ഒരുപാട് ബേക്കറീസും പിന്നെ സ്പ്രിംഗ് ഗാർഡൻ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അവിടെ. അതിലൊക്കെ ചെറിയ എടുപിടി ജോലിക്കൊക്കെ ഇവരെ കൊണ്ട് ചെറിയ ശമ്പളത്തിൽ നിർത്തിയേക്കും. ഇതാണ് അവരെ ഇവിടെ ആലയത്തിന്റെ പ്രയർ നടക്കുമ്പോൾ പാത്രം കഴുകാനും മറ്റേ എല്ലാ കാര്യത്തിനും വേണ്ടി അവർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഫാമിലിയിൽ ഒരു 15-20 ഫാമിലി അങ്ങോട്ട് മൊത്തമായിട്ട് പോയി. ഇപ്പൊ എന്റെ അമ്മയുടെ അടുത്ത് പോയി ഞാൻ ദൈവമല്ല, നമ്മളെ ജീസസ് ആണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞ എന്റെ അമ്മ വിശ്വസിക്കില്ല. എന്റെ അമ്മ എന്റെ അടുത്ത് കയറി പിന്നെ ഒരുപാട് ദിവസം എന്റെ അടുത്ത് മിണ്ടത്തില്ല. അങ്ങനെ എന്റെ ഫാമിലിയിൽ തന്നെ അങ്ങനെ ഡെയിലി ഒരു മാസത്തിൽ 2 ദിവസമെങ്കിലും എന്റെ അച്ഛനും എന്റെ അമ്മയ്ക്ക് ഈ നിമിത്തം തന്നെ പ്രശ്നം വരുന്നുണ്ട്. പിന്നെ നമ്മളത്തെ ഒരു ഒരു ആന്റി ഉണ്ടായിരുന്നു. ആന്റി ആണെങ്കിലും ഇവിടെ സ്ഥിരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്റെ അങ്കിൾ ആണെങ്കിൽ അതിന്റെ ഫുൾ അഗേൻസ്റ്റ്. പുള്ളിക്കാരനായ ആക്ച്വലി കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ അടിക്കുമായിരുന്നു. അടിച്ച് ഓരോ സായപ്പോ സൂസൈഡ് ചെയ്തു. പിന്നെ ആന്റിക്ക് വരുമാനത്തിന് ഒരു നിവൃത്തിയില്ല.
ഇവര് മരിച്ച ശേഷം അവിടെ പോയി ചെന്നപ്പോ അവര് പറയാണ്, നിന്നെ ഈ ആലയത്തിലേക്ക് വരാൻ വിടാത്ത ഒരു ശക്തിയും ദൈവം ഈ ഭൂമിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം നിന്റെ അടുത്ത് നിന്ന് ആ പുള്ളിനെ പറിച്ചു മാറ്റിയത്. അതുകൊണ്ട് നീ സങ്കടം പെടണ്ട, നമ്മൾ തന്നെ നിന്നെ ഈ നെക്സ്റ്റ് ഇതിലേക്ക് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞിട്ട് ഇപ്പോ ആ ഊറുകാൻ അച്ചാറുണ്ടാക്കാനും മറ്റേ പണിക്കുകളുമായിട്ട് പട്ടത്തിലാണ് ആന്റിയൊക്കെ. ഇപ്പോ ഈ ക്രിസ്മസ് സമയമൊക്കെ ആവുമ്പോ അവിടെ കേക്ക് ബിസിനസ് ചെയ്യാനും അങ്ങനെയൊക്കെ തന്നെ ആന്റീനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ ആരാ പ്രവർത്തിക്കുന്നത്? പിന്നില്ലെന്ന് വെച്ചാൽ ഇവര് നിങ്ങൾക്ക് അറിയാലോ, PRS ഹോസ്പിറ്റലിൽ തന്നെ ഒരു വലിയ ഒരു ടീമുണ്ട്. PRS ഹോസ്പിറ്റലിലോ? PRS ഹോസ്പിറ്റലില് ഡോക്ടർ സെൽവരാജ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ പുള്ളിയാണ് ഇപ്പൊ റിട്ടയർഡ് ആണ്. ഇപ്പൊ സ്പ്രിംഗ് ഗാർഡിലാണ് ഫുൾ കൺസൾട്ടിങ്ങും എല്ലാ കാര്യങ്ങളൊക്കെ. പക്ഷെ അവരെ ഒരു ടീം അതിൽ സ്പ്രിംഗ് ഗാർഡൻ ഹോസ്പിറ്റലുണ്ട്. പിന്നെ പിന്നെ അച്ചായൻ എന്ന് പറഞ്ഞിട്ട് ഡെന്റൽ സ്പെഷ്യലിസ്റ്റ്. കൂടുതൽ അവരുടെ കയ്യിലിരിക്കുന്നതെല്ലാം ഇതിന്റെ ഈ മുമ്പത്തെ കോൺഗ്രസിൽ ഏതോ ഒരു MP അവരെ ഒരു വലിയ പിടുത്തക്കാരനാണെന്ന് പറയുന്ന കേൾക്കാം അവിടെ നമ്മളെ നാട്ടില്. അതുകൊണ്ട് അവിടെ മിനിസ്റ്റേഴ്സ് പോലും വരുന്നുണ്ട്. നിങ്ങൾ എന്തിനാ പളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും റിയൽ ദൈവം ജീസസ് ആണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ആർഗ്യുമെന്റ് പോയി എങ്ങനെ തന്നെ ചെയ്യും. ഒരുപാട് പേരുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ആരൊക്കെയുണ്ട്? കൂടുതൽ ഈ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും മിനിസ്റ്റേഴ്സും അവര് എനിക്കറിയാവുന്നതൊക്കെ ഈ നമ്മളെ അടുത്ത് പറയുന്ന കേൾക്കാം. അവിടെ പണിക്ക് പോകുന്നവരൊക്കെ അവര് എയർപോർട്ടിന്റെ സൈഡിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഈ പുള്ളിയുടെ പേരിൽ മേടിച്ചിട്ടിരിക്കുകയാണ്. ആരുടെ പേരില്? ശാന്തമ്മേരെ ആ ട്രസ്റ്റ് ആണോ അല്ലെ അവരെ ഇതിൽ പേരിലാണോ ഇട്ടേക്കെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഒരുപാട് സ്വത്തുക്കളൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട്. ആ പുള്ളിക്കാരിയാണെങ്കിൽ മോസ്റ്റ്ലി ഇന്ത്യയിൽ ഇരിക്കത്തില്ല. ബിഗിനിങ് ഡേയ്സ്, അതായത് ഞാൻ പറയുന്ന ഒരു 25-30 വർഷത്തിന് മുമ്പേ അമേരിക്കയിലെ നർസിന്റെ ജോലിയൊക്കെ എടുത്തെന്നോ അങ്ങനെയൊക്കെ പറയുന്നേക്കാം. ഇപ്പോഴും ഇവരുടെ ഈ പൈശാചിക പരിപാടികളുണ്ടോ അവിടെ? എല്ലാം ഉണ്ട്. ഇവിടെ നമ്മളെ കൊല്ലംകോട് എന്ന് പറഞ്ഞിട്ട്, പാലവള കൊല്ലംകോട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രെയർ ഹാൾ പോലെ ഒരു വലിയ ഒരു ഹാളുണ്ട്. അവിടെ ആണെങ്കിൽ മക്കളില്ലാത്ത ഒരു ഫാമിലീനെ ഫുള്ള് അവർ വാഷ് ചെയ്ത് അവരെ വീടും ആ ഹാളും ആ ലാൻഡ് എല്ലാം ഫുള്ള് അങ്ങോട്ട് തന്നെ എഴുതി മേടിച്ചു. അങ്ങനെയാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാനും ഒരുപാടൊക്കെ നോക്കി, അറ്റ്ലീസ്റ്റ് എന്റെ ഫാമിലിയിൽ അതിൽ നിന്ന് മാറ്റി കൊണ്ടുവരാൻ പറ്റുമോന്ന് ഒരുപാട് ദിവസം. ആകർഷിക്കുന്ന ഘടകം എന്താ ഇതിനകത്തേക്ക്? നിങ്ങൾ ആദ്യമൊക്കെ പോകുന്നെങ്കിൽ ഭയങ്കര ഡിസിപ്ലിൻ ആയിരിക്കും അവരെ രീതിയൊക്കെ. നമ്മളെ സാധാരണ ഈ പള്ളിയിൽ കയറുന്നത് പോലെ ആരുടെത്തും കൂടുതൽ സംസാരിക്കത്തില്ല, ലിമിറ്റഡ് ആയിട്ട് തന്നെ സംസാരിക്കും. പക്ക ഡിസിപ്ലിൻ പോലെ ഒരു ഷോ കാണിക്കും. നമ്മൾക്ക് അഡ്വൈസ് തരുന്നതും ശരി, വചനത്തിൽ നിന്ന് എടുത്ത് നമുക്ക് തരുന്നതും ശരി, ആവശ്യമില്ലാതെ ആകൃതി വിളിയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര ഡിസിപ്ലിൻ ആയിരിക്കും, വെരി സൈലന്റ് ആയിരിക്കും പ്രയറൊക്കെ. പക്ഷെ അവർ എടുക്കുന്നതൊക്കെ ബൈബിളിൽ തന്നെ എടുക്കും. പക്ഷെ ഏതൊക്കെ വചനങ്ങളൊക്കെ അവർക്ക് ഫേവർ ആയിട്ടിരിക്കുന്നോ അതൊക്കെ എടുത്ത് മെസ്സേജ് തരും. ഇന്നൊന്നും എന്താന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റിയിൽ പറയാറുണ്ട്, ഒരാള് ഇപ്പൊ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് എന്തെങ്കിലും കാണിച്ചാൽ ഇത് ഫാദേഴ്സിന്റെ അടുത്ത് പോകുമ്പോ അത് നീ തെറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് അവര് നമ്മളെ പറയാതെ തന്നെ പറയുമല്ലോ, അങ്ങനത്തെ പ്രയോജനം. അത് വന്ന് ഇവരെ ചെറുതായിട്ടുണ്ട്. അത് പിശാചിന്റെ ശക്തിയാണോ റിയൽ ശക്തിയാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മള് അവിടെ ഒരുപാട് പേര് ആരുടെത്തെങ്കിലും എന്തെങ്കിലും തെറി വിളിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാവങ്ങൾ ചെയ്തിട്ടുണ്ടോ ഈ ഹാളിൽ ചെല്ലുമ്പോ അവർ പറയുന്നുണ്ട്, നീ ഇന്ന ദിവസം ഈ ദിവസം ഇവന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയല്ലോ. അത് അവര് പറഞ്ഞായിരിക്കും, അവര് പറഞ്ഞറിഞ്ഞില്ല. അവര് തന്നെ ഒരിതാണെങ്കിൽ പ്രെയർ നടക്കുമ്പോൾ തന്നെ ഈ പുള്ളിക്കാരൻ ഇപ്പോ ഈ സ്ത്രീയെ കുറിച്ച് ഇവിടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ പുള്ളി പുറത്തു പോകണം. ഇത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതൊക്കെ ചുമ്മാ ഒരു ഊഹാപോഹം വെച്ച അടിയല്ലേ. ഇപ്പൊ ഒരു 100 പേരിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും കാണത്തില്ല, അവൻ പേടിച്ചിട്ട് അവൻ ഇറങ്ങിപ്പോയാ. അങ്ങനെ പുള്ളിയുടെ പേര് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആ സമയത്തിൽ എനിക്ക് 12-13 വയസ്സാകുമ്പോ നമുക്കിതൊക്കെ കാണുമ്പോ ആദ്യമായിട്ട് കാണുമ്പോ എന്താ ഇങ്ങനെയൊക്കെ ഇത്ര ആളുകളുടെ മനസ്സിൽ ഒരു വിശ്വാസം ഉണ്ടാക്കാൻ ഇവരുടെ തന്നെ പിണിയാളുകളായിട്ടുള്ള ആളുകളെ ചട്ടം കെട്ടി ഇങ്ങനെ ഒരു സംഭവം പറയാൻ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പലതരത്തിലുള്ള നാടകങ്ങൾ കളിക്കും ഇവർ ആളുകളുടെ മനസ്സിൽ വിശ്വാസം ഉണ്ടാക്കാൻ. എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഒരുപാട് ഫാമിലി കുടുങ്ങി കിടക്കുകയാണ് അതിൻ്റെ അകത്ത്. നിങ്ങളെ ചർച്ച് ഫാദർ ആണെങ്കിൽ മരിച്ചത് 96 വയസ്സിലാണ്. പുള്ളിക്കാർ 50 വർഷം ഒരുപാട് കഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത ഈ തമിഴ്നാട്ടിൽ വന്ന് ഒരുപാട് ഇതൊന്നും ഇല്ലാത്ത ഇടത്തേക്ക് എല്ലാ വീട്ടിലും ചെന്ന് ഒരുപാട് മനുഷ്യരെയൊക്കെ പിടിച്ച് നല്ല
പൊയ്ക്കൊണ്ടിരുന്ന ചർച്ചയാണ്. എല്ലാം അതായത് തകർത്ത് ഓർത്തഡോക്സ് സഭയെ സഭയാണ് പിളർത്താൻ പോലും ശാന്തമ്മ പിശാചിന് പറ്റി. പറ്റി. എല്ലാം അവസാനത്താണെങ്കിൽ സഭയെ ഫുള്ള് ഇതാക്കി ഡെമോളിഷ് ആക്കിയിട്ട് പോയി പുള്ളിക്കാരൻ മരിക്കുമ്പോൾ. ഇതുപോലെ ഇവരെ കുറിച്ച് പറഞ്ഞവരെ ഒരു ഗുണ്ടായിസമൊക്കെ ഉണ്ടോ അവർക്ക്? ഞങ്ങൾ ഇതിൽ ഇവിടെ കൊല്ലംകോട്ടിൽ അങ്ങനെ ഒന്നും ഇതുവരേക്കും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ വേറെ ആൾക്കാരുടെ മേൽ എന്തെങ്കിലും ഈ പുള്ളിക്കാരാണ് ചെയ്തത്, നമ്മൾ ഇതിനല്ല, നമ്മളെ ഡിസിപ്ലിൻ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.